Hi dears, പ്ലസ് ടുവിലേക്ക് വരുന്ന സമയത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസി ആണോ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ടഫ് ആണോ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വർഷം നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്ലസ് വണ്ണിൽ നമുക്ക് 10 ചാപ്റ്റേഴ്സ് ആണ് ഉണ്ടായിരുന്നത്, പ്ലസ് ടുവിൽ 13 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനായിട്ടുള്ളത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് പറയുന്നത് പ്ലസ് വണ്ണിൽ നോക്കുകയാണെങ്കിൽ ചാപ്റ്റേഴ്സ് തമ്മിൽ പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചാൽ മാത്രമേ സെക്കൻഡ് ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ, അങ്ങനെ പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും അവിടെ ഇല്ല. നേരെ മറിച്ച് പ്ലസ് ടുവിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് കോറിലേഷൻ അനാലിസിസ് ആണ്. ഓൾറെഡി എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ട് പ്ലസ് വണ്ണിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കോറിലേഷനെ പറ്റിയിട്ട്. അപ്പോൾ കോറിലേഷൻ അനാലിസിസ് പഠിച്ചാൽ മാത്രമാണ് സെക്കൻഡ് ചാപ്റ്റർ റിഗ്രഷൻ അനാലിസിസിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കുക. അവിടെ ഒരു കണക്ഷൻ നമുക്കുണ്ട്. തേർഡ് ചാപ്റ്റർ ഇവരായിട്ട് ബന്ധമില്ലാത്തൊരു ചാപ്റ്ററാണ്. ഇനി ഫോർത്ത് ചാപ്റ്റർ തൊട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ലോങ് കണക്ഷൻ ആണുള്ളത്. 5, 6, 7, 8 ഈ ചാപ്റ്റേഴ്സ് എല്ലാം ഫോർത്ത് ചാപ്റ്ററിൻ്റെ ബാക്കിയായിട്ടാണ് വരുന്നുണ്ടായിരിക്കും. സോ ഫോർത്ത് ചാപ്റ്റർ നിങ്ങൾ ക്ലിയർ അല്ലാന്നാണെങ്കിൽ ബാക്കി ചാപ്റ്റേഴ്സ് ടഫായിരിക്കും. ഇങ്ങനെ കുറേ കണക്ഷൻസ് ഈ ഒരു വർഷം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഇതൊക്കെ പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ആൻഡ് ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് നമുക്കറിയാം ഒരുപാട് ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഇക്വേഷൻസ് നിങ്ങൾ എഴുതി വയ്ക്കാം. ഇനി ഒരു ചോദ്യം കാണുമ്പോൾ ഏത് ഇക്വേഷനാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക? എക്സാം ടൈമിൽ കുറേ ആൾക്കുള്ളൊരു സംശയമാണ്. പബ്ലിക് എക്സാമിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് പഠിക്കാനായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ ഒരു ഇക്വേഷൻ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഇപ്പോഴേ നമ്മൾ ഇക്വേഷൻസ് എഴുതി വെച്ച് പഠിച്ച് സെറ്റാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അതങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക്കായി പഠിച്ചാൽ മാത്രമാണ് അവസാനം ആകുമ്പോഴത്തേനും ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഈ ഒരു വർഷം പ്ലസ് വണ്ണിൽ നിന്ന് വ്യത്യാസം എന്ന് പറയുന്നത് പ്ലസ് ടുവിൽ നമുക്ക് ലാബ് എക്സാം ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സിന്. ലാബ് എക്സാം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്കവിടെ റെക്കോർഡ് പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഈ റെക്കോർഡ് പ്രിപ്പറേഷൻ്റെ കൂടെ തന്നെ ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്, എക്സലിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, പ്രോഗ്രാമിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിനെപ്പറ്റിയൊക്കെ നല്ല രീതിയിൽ പഠിക്കേണ്ടതുണ്ട്. സോ ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയാനായിട്ട് നമ്മൾ യുവ ബാച്ചിലേക്ക് വരെ അവിടെ നമ്മൾ ലാബ് എക്സാമിന് വേണ്ടി സ്പെഷ്യലായിട്ടൊരു സെഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ എന്തൊക്കെ കാര്യങ്ങളാണ് ലാബിലേക്ക് ആവശ്യമായിട്ടുള്ളത്, റെക്കോർഡ് ബുക്കിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം, ഇതൊക്കെ നമ്മൾ ആപ്പിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക, പബ്ലിക്കിൽ ഉണ്ടായിരിക്കില്ല. ആൻഡ് ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ആപ്പിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി കൂടെ ഉണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ആപ്പിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതുവരെ യുവ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. സോ ഹാപ്പി ലേണിംഗ് വിത്ത് Xylem Commerce.